ഹായ് മക്കളെ, നിങ്ങളെപ്പോലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. ഇപ്പോൾ പ്ലസ് ടുവിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 90% എബോവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലസ് ടുവിന് ശേഷം ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പക്ഷേ എനിക്ക് വലിയ രീതിയിൽ എന്നെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ നേരെ പോയി ജോയിൻ ചെയ്ത ഒരു പ്രൈവറ്റ് കോളേജിലാണ് ജോയിൻ ചെയ്തത്. കോയമ്പത്തൂരുള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ് എൻ്റെ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചത്. പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് കോളേജ് ആയതിനാൽ തന്നെ, മാനേജ്മെൻറ്റ് സീറ്റ് ആയതിനാൽ തന്നെ ലക്ഷങ്ങൾ പൈസ കൊടുത്തിട്ടാണ്, ഫീസ് കെട്ടിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം തന്നെ പ്ലസ് ടുവിന് മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതൊക്കെ സ്ട്രീം പഠിക്കാം, അല്ലെങ്കിൽ എക്സാമുകൾ എഴുതിയിട്ട് പൈസ ഇല്ലാതെ ഗവൺമെൻറ് കോളേജുകൾ അഡ്മിഷൻ എടുക്കായിരുന്നല്ലോ എന്നൊക്കെ ആയിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. ശരിയാണ്. പക്ഷേ ആ മൊമെൻറ്റിൽ, ആ സമയങ്ങളിൽ എന്നെ ഇത്തരത്തിൽ ഗൈഡ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വലിയ ഭീമമായ ഫീസ് കെട്ടി ഒരു മാനേജ്മെൻറ്റ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ആ കോളേജിൽ വലിയ രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഞാൻ മികച്ച റാങ്കോടുകൂടി തന്നെയാണ് പാസ്സായത്. പക്ഷേ ആ കോളേജിൽ വലിയ വലിയ കമ്പനീസ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടോ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് ഞാൻ നേരിട്ട വലിയൊരു പ്രശ്നം. പക്ഷേ ഇതേ കോഴ്സ് ഞാനൊരു ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതെങ്കിൽ ലക്ഷങ്ങൾ സാലറി ഓഫർ ചെയ്യുന്ന പോലുള്ള കമ്പനീസ് എന്നെ ഹയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും, എനിക്ക് വലിയ രീതിയിലുള്ള എക്സ്പോഷർ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും എനിക്ക് സാധ്യമായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അതായത് ഏതൊക്കെ എക്സാംസ് എഴുതുമ്പോഴാണ്, ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുക എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണം പറയുവാണെങ്കിൽ നീറ്റ്, ജെഇ തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഏറ്റവും തുച്ഛമായ ഫീസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗും MBBS ഒക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾ കറണ്ട്ലി അറിയുന്ന മക്കളാണ്. സോ മക്കളെ, എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. പ്ലസ് ടുവിന് ശേഷം ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം എന്ന ലെവലിലോട്ട് നിങ്ങൾ മാറരുത്. മറിച്ച് ഇപ്പോൾ കറണ്ട്ലി നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്ലസ് ടുവിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സിലബസ് മനസ്സിലാക്കിയിട്ട് ഈസിയായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിന് സൈലം നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ബാച്ചാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഫണ്ടമെൻറ്റൽസ് എല്ലാം സ്ട്രോങ് ആക്കി തരുന്ന കിഡിലൻ ബാച്ചാണ് ഫാൽക്കൺ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്ലാസിൻ്റെ കൂടെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ഫാൽക്കൺ ബാച്ചിലൂടെ പ്രിപ്പയർ ചെയ്യാം. പ്ലസ് ടുവിന് ശേഷമുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ പറയുന്ന പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, ഗംഭീരമായിട്ട് പഠിക്കാം. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക, ഗംഭീരമാക്കുക.